ലോകരാഷ്ട്രങ്ങൾക്ക് ഭീഷണി ഉയർത്തിക്കൊണ്ട് ഇറാൻ വീണ്ടും യുറേനിയം എൻറിച്ച്മെന്റ് തുടർന്നു. അങ്ങനെയിരിക്കെയാണ് ഇറാന്റെ പ്രാദേശിക തന്ത്രത്തിന്റെ ശില്പിയായ ഖാസിം സുലൈമാനി ഒരു US ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. പലരും ഇസ്രായേലിന്റെ ഇന്റലിജൻസ് ഇതിൽ പങ്കുവഹിച്ചതായി സംശയിച്ചു. സമീപ വർഷങ്ങളിൽ അബ്രഹാം അക്കോർഡ്സ് പ്രകാരം ഇസ്രായേൽ നിരവധി അറബ് രാഷ്ട്രങ്ങളുമായി ബന്ധം സ്ഥാപിച്ചു. ഈ ബന്ധം ഇറാനെ കൂടുതൽ ഒറ്റപ്പെടുത്തി. ഇറാൻ യുറേനിയം എൻറിച്ച്മെന്റ് നടത്തിക്കൊണ്ട് ആയുധങ്ങളുടെ നിലവാരം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇസ്രായേൽ എന്തു വില കൊടുത്തും ഇത് തടയുമെന്ന് പ്രതിജ്ഞയും എടുക്കുന്നു. ഇതേ തുടർന്നാണ് നേരിട്ടുള്ള ആക്രമണങ്ങളിലേക്ക് 2023-2024 വർഷങ്ങളിൽ ഇറാനും ഇസ്രായേലും എത്തുന്നത്. സിറിയയിലെ പരസ്പര ആക്രമണങ്ങൾ, ഇസ്രായേലിലെ കപ്പലുകൾക്ക് നേരെയുള്ള ഡ്രോൺ ആക്രമണങ്ങൾ, പ്രതികാരത്തോടെയുള്ള സൈബർ ആക്രമണങ്ങൾ എന്നിവ അവർ നടപ്പാക്കി. അങ്ങനെ 2025 ആയപ്പോഴേക്കും ഇന്ന് നാം കാണുന്ന പൂർണ്ണതോതിലുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് ഇറാനും ഇസ്രായേലും എത്തുന്നു.